ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ക്രിസ്തുമസിനോടനുബന്ധിച്ച് കുട്ടികളുടെ ഒരു നാടകം നടക്കുകയാണ്. ആ നാടകത്തിൽ സത്രം സൂക്ഷിപ്പുകാരൻ്റെ വേഷം ലഭിച്ചത് വളരെ നിഷ്കളങ്കനായൊരു ബാലനായിരുന്നു. നാടകത്തിൽ നിശ്ചയിച്ചിട്ടുള്ള ദൃശ്യപ്രകാരം ഗർഭിണിയായ മറിയവും ജോസഫും രാത്രി താമസിക്കാൻ ഒരിടം തേടി വരുമ്പോൾ ഇവിടെ സ്ഥലമില്ല, കടന്നു പോകൂ എന്ന് പരുഷമായി പറയുക എന്നതായിരുന്നു അവൻ്റെ ചുമതല. നാടകം അരങ്ങേറിക്കൊണ്ടിരിക്കെ ജോസഫിന്റെ വേഷം ചെയ്ത കുട്ടി തന്റെ ഗർഭിണിയായ ഭാര്യയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ദയനീയമായി അപേക്ഷിച്ചു. ആ ദൃശ്യം കണ്ടപ്പോൾ സത്രം സൂക്ഷിപ്പുകാരനായ ആ കുഞ്ഞിന്റെ ഹൃദയം വിറച്ചുപോയി. നിശ്ചയിച്ചുറപ്പിച്ച ആ കഠിനമായ വാക്കുകൾ പറയാൻ അവന് സാധിച്ചില്ല. സ്റ്റേജിന് പിന്നിൽ നിന്നുകൊണ്ട് അധ്യാപിക ഡയലോഗ് പറയാൻ അവനെ നിരന്തരം പ്രേരിപ്പിക്കുന്നുണ്ടായിരുന്നു. അധ്യാപികയുടെ നിർബന്ധത്തിന് വഴങ്ങി ഏറെ പ്രയാസത്തോടെ അവൻ ആ വരികൾ ഉച്ചരിച്ചു. ഇവിടെ സ്ഥലമില്ല. എന്നാൽ തൻ്റെ വാക്കുകൾ കേട്ട് വേദനയോടെയും നിരാശയോടെയും മടങ്ങിപ്പോകുന്ന മറിയത്തെയും ജോസഫിനെയും കണ്ടപ്പോൾ ആ കുഞ്ഞിന്റെ നിഷ്കളങ്കമായ മനസ്സ് തകർന്നുപോയി. കരുണയില്ലാത്ത ഒരാളായി അഭിനയിക്കാൻ പോലും അവന് സാധിക്കുമായിരുന്നില്ല. സദസ്സിനെ ആകെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് കണ്ണുകളിൽ കണ്ണുനീർ നിറച്ച് അവൻ ജോസഫിനെ തിരികെ വിളിച്ചു. നിശബ്ദത നിറഞ്ഞ ആ വേദിയിൽ അവൻ വിളിച്ചു പറഞ്ഞു, നിങ്ങൾ മടങ്ങി വരൂ, നിങ്ങൾക്ക് ഞാൻ എൻ്റെ മുറി തരാം. ആ നിമിഷം ആ നാടകവേദി ഒരു ആരാധനാലയമായി മാറി. നാടകത്തിന്റെ മുൻകൂട്ടി നിശ്ചയിച്ച തിരക്കഥയെ മറികടന്നുകൊണ്ട് ആ കുഞ്ഞ് ക്രിസ്മസിന്റെ യഥാർത്ഥ സന്ദേശം ലോകത്തിന് കാണിച്ചു കൊടുത്തു. നമ്മുടെ ജീവിതം പലപ്പോഴും നിയമങ്ങൾക്കും തിരക്കഥകൾക്കും അനുസരിച്ചാണ് നീങ്ങുന്നത്. എന്നാൽ സഹജീവികളുടെ വേദന കാണുമ്പോൾ അവരോട് കരുണ കാണിക്കാനും നമ്മുടെ പക്കലുള്ളത് പങ്കുവയ്ക്കുവാനും തയ്യാറാകുന്നിടത്താണ് യഥാർത്ഥ മനുഷ്യത്വം ജനിക്കുന്നത്. അതാണ് ക്രിസ്തുമസിന്റെ സന്ദേശവും. ഉണ്ണിയേശുവിന് പിറക്കാൻ വേണ്ടത് വലിയ സത്രങ്ങളല്ല, മറിച്ച് സ്നേഹം നിറഞ്ഞ ഹൃദയങ്ങളാണ്. അടച്ചിട്ട വാതിലുകളുള്ള ഒരു വലിയ സത്രത്തേക്കാൾ മൂല്യം തുറന്നിട്ടിരിക്കുന്ന ഒരു ചെറിയ മുറിക്കുണ്ട്. കാരണം സ്നേഹം വസിക്കുന്നിടത്താണ് ദൈവം വസിക്കുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളെപ്പോലെ നിഷ്കളങ്കരായവർക്കുള്ളതാണ് സ്വർഗരാജ്യമെന്ന ക്രിസ്തുവിന്റെ പാഠം ഓർമ്മയിലുണ്ടാകേണ്ടിയിരിക്കുന്നു. മറ്റുള്ളവർക്ക് മുമ്പിൽ വാതിലുകൾ അടച്ച് അഭിനയത്തിന്റെ പ്രതിഭ തീർക്കുന്നവരല്ല, കരുണയുടെ വാതിലുകൾ തുറന്നു കൊടുക്കുന്നവർക്കുള്ളതാണ് സ്വർഗരാജ്യം. ഹൃദയവാതിലുകൾ തുറന്ന് ക്രിസ്തുവിനെ സ്വീകരിക്കുന്ന നിഷ്കളങ്കരായി തീരാൻ ഏവർക്കും ഇടയാകട്ടെ. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഃഖിതരായവരിൽ, പീഡിതരായവരിൽ ആനന്ദം പകരാൻ, അഭിഷേകം പകരാൻ. ദുഃഖിതരായവരിൽ, പീഡിതരായവരിൽ പകരാൻ, അഭിഷേകം പകരാൻ. അനുഗ്രഹദായകനേ പരിശുദ്ധാത്മാവേ, വരദാനങ്ങളുമായി പറന്നിറങ്ങണമേ. അനുദിനമെന്നുള്ളിൽ പരിശുദ്ധാത്മാവേ, ഫലങ്ങളുമായി നിറഞ്ഞു കവിയണമേ. മഴയായി പെയ്തിറങ്ങൂ, തീനാവായി വന്നിറങ്ങൂ. മഴയായി പെയ്തിറങ്ങൂ, തീനാവായി വന്നിറങ്ങൂ. ഇന്നീയ ജഗണത്തിൽ ജഗണത്തിൽ